പ്രപഞ്ചസുന്ദരിയായ ഒരു രാജകുമാരി താൻ പ്രാണനെപ്പോലെ സ്നേഹിച്ച പുരുഷന്റെ ശത്രുവിനെ വിവാഹം കഴിക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ ദേവലോകം പോലും ഒരു നിമിഷം സ്തബ്ധമായി നിന്നു. വിദർഭദേശത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്നു രുക്മിണി ദേവി. സൗന്ദര്യവും സൗശീല്യവും ഒരുപോലെ ഒത്തുചേർന്ന ആ പുണ്യവതിയുടെ ഹൃദയം ദ്വാരകയിലെ ശ്രീകൃഷ്ണ ഭഗവാനിലായിരുന്നു. കൃഷ്ണനാകട്ടെ രുക്മിണിയെ തൻ്റെ പ്രാണസഖിയാക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മിക്ക് ഈ ബന്ധത്തോടൊട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ കടുത്ത ശത്രുവായ ശിശുപാലന് രുക്മിണിയെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അവൻ്റെ തീരുമാനം. അച്ഛനായ ഭീഷ്മക മഹാരാജാവിൻ്റെ എതിർപ്പുകൾ പോലും വകവയ്ക്കാതെ രുക്മി തൻ്റെ ഉറച്ച തീരുമാനം നടപ്പിലാക്കാനൊരുങ്ങി. വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ രുക്മിണി ദേവി ദുഃഖത്തിലാണ്ടുപോയിരുന്നു. അവസാനം ഒരു വഴി തെളിഞ്ഞു. വിവാഹത്തിന് തലേദിവസം രുക്മിണി തൻ്റെ വിശ്വാസപാത്രനായ ഒരു ബ്രാഹ്മണനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് അയച്ചു. ആ ബ്രാഹ്മണന്റെ കൈവശം രുക്മിണിയുടെ മനസ്സു തുറന്നുള്ള ഒരു പ്രണയലേഖനമുണ്ടായിരുന്നു. അങ്ങയോടാണെൻ്റെ ഹൃദയം കൃഷ്ണ, അങ്ങ് വന്നെന്നെ രക്ഷിക്കണം. വിവാഹത്തിനു മുൻപുള്ള ദേവീക്ഷേത്ര ദർശനം എൻ്റെ നാട്ടുനടപ്പാണ്. ആ സമയത്ത് അങ്ങ് വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോകണം. ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവൻ പണയം വെച്ച് അഹങ്കാരിയായ സഹോദരനെ ധിക്കരിച്ച് രുക്മിണി ദേവി നടത്തിയ ആ പ്രണയ വെല്ലുവിളി കേവലം ഒരു വിവാഹ അഭ്യർത്ഥനയായിരുന്നില്ല. അത് ധർമ്മം സംരക്ഷിക്കാൻ ഒരു ദേവി നടത്തിയ യാചനയായിരുന്നു. ആ സന്ദേശം കേട്ട മാത്രയിൽ ശ്രീകൃഷ്ണൻ സന്തോഷത്താൽ മതിമറന്നു. ഉടൻ തന്നെ തൻ്റെ രഥത്തിൽ വിദർഭയിലേക്ക് പുറപ്പെട്ടു. വിവരമറിഞ്ഞ രുക്മി ശ്രീകൃഷ്ണനെ തടയാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നാൽ ദേവീക്ഷേത്രത്തിൽ പൂജകൾ കഴിഞ്ഞ് പുറത്തുവന്ന രുക്മിണിയെ കാത്തുനിന്ന ശ്രീകൃഷ്ണൻ തൻ്റെ രഥത്തിലേക്കു കയറ്റി. രുക്മിണിയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. രുക്മി തൻ്റെ സൈന്യവുമായി ശ്രീകൃഷ്ണനെ പിന്തുടർന്നു. രൂക്ഷമായ യുദ്ധം നടന്നു. ശ്രീകൃഷ്ണൻ രുക്മിയെയും അവൻ്റെ സൈന്യത്തെയും നിഷ്പ്രയാസം തോൽപ്പിച്ചു. ഒടുവിൽ രുക്മിണിയുടെ അപേക്ഷ മാനിച്ച് രുക്മിയെ വധിക്കാതെ അവൻ്റെ മീശയും മുടിയും പാതി മുറിച്ച് അപമാനിച്ച് വിട്ടയച്ചു. അങ്ങനെ രുക്മിണിയുടെയും ശ്രീകൃഷ്ണന്റെയും വിവാഹം ദ്വാരകയിൽ വെച്ച് നടന്നു. രുക്മി ഒരുക്കിയ ആ നിർബന്ധിത വിവാഹം നടന്നില്ല. കാരണം സ്നേഹത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് തെളിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ സ്വന്തമാക്കി. ഈ കഥ വീണ്ടും കേൾക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഈ പ്രണയകഥയുടെ ആഴങ്ങൾ ഇനിയുമേറെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഈ പ്രണയകഥയുടെ ആഴം നിങ്ങൾ ഇനിയും അറിയാൻ പോകുന്നതേയുള്ളൂ.